പാർലമെന്റിലെ ജയം അവർ ആഘോഷിച്ചു. തിരിച്ചടി കിട്ടിയപ്പോൾ ഇവിഎമ്മുകളെ കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ വിമർശനം അംഗീകരിക്കാനാകുന്നില്ല എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. നമുക്കറിയാം, ബി.ജെ.പി വിമർശിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒമർ അബ്ദുള്ള സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരിക്കൽ നിശിതമായി ബി.ജെ.പിയെ വിമർശിച്ച ഒമർ അബ്ദുള്ള പക്ഷേ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയത്തെ ഈ ഒരു വിമർശനത്തിലൂടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിന്മേൽ രൂക്ഷ വിമർശനവുമായിട്ടായിരുന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്ത് വന്നത്. PTIക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഒമർ അബ്ദുള്ള തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. ഇവിഎമ്മുകളിലൂടെ തന്നെയാണ് പാർലമെന്റിലേക്ക് 100-ലധികം അംഗങ്ങളെ നിങ്ങൾക്ക് ലഭിച്ചത്. അത് പാർട്ടിയുടെ വലിയ വിജയമായി അവർ ആഘോഷിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തിരിച്ചടി കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അത്തരം രീതികൾ അംഗീകരിക്കാനാവുന്നതല്ല. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമല്ല വരുന്നത്. ഇവിഎമ്മുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ സ്ഥിരത പുലർത്തണം. വോട്ടിംഗ് സംവിധാനത്തിൽ വിശ്വാസമില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകരുത്. കോൺഗ്രസ് തെറ്റായ രീതിയിലാണ് പല പ്രതികരണങ്ങളും നടത്തുന്നതെന്നും ഒമർ അബ്ദുള്ള പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഓരോ പാർട്ടികളും അത് അവരുടെ പരാജയത്തിന്റെ ഒഴികഴിവായി ഉപയോഗിക്കരുതെന്നും പരാജയം നേരിട്ട ഒരു ഘട്ടത്തിലും താൻ വോട്ടിംഗ് യന്ത്രങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല എന്നും ഒമർ അബ്ദുള്ള പറയുന്നു. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ ഇവിഎമ്മുകളെയും തിരഞ്ഞെടുപ്പ് ഫലത്തെയും കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഒമർ അബ്ദുള്ളയുടെ വിമർശനം വന്നതും. അതേസമയം മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ എന്താണ് ഒമർ അബ്ദുള്ള ഇങ്ങനെ പറയുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ആണ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത്. ഒമർ നിരത്തിയ വാദങ്ങളും അദ്ദേഹത്തിന്റെ മുൻകാല പരാമർശങ്ങളും പരിശോധിക്കണമെന്ന് മാണിക്യം ടാഗോർ ആവശ്യപ്പെട്ടു. സമാജ്വാദി പാർട്ടിയും NCPയും ശിവസേന UTPയുമാണ് ഇവിഎമ്മിനെതിരെ സംസാരിച്ചത്. മുഖ്യമന്ത്രിയായതിനു ശേഷം സ്വന്തം പങ്കാളികളോട് എന്തിനാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അഭിസംബോധന ചെയ്തുള്ളതാണ് എന്നും മാണിക്യ ടാഗോർ ട്വീറ്റ് ചെയ്തു. ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ്. കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ ഒമർ സർക്കാരിന്റെ പങ്കാളിയുമാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെ തുടർന്ന് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ബാലറ്റ് പേപ്പർ വോട്ടിംഗിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇവിഎമ്മുകളുടെ വിശ്വാസ്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ BJP പരിഹാസം തുടരുന്നതിനിടയിലായിരുന്നു ഒമർ അബ്ദുള്ളയുടെയും സമാനമായ നിലപാടുമായി രംഗത്തെത്തുന്നതും. ഇവിഎമ്മിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച ആരോപണങ്ങളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ഇപ്പോൾ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുകയാണ്. കോൺഗ്രസ് ഇവിഎം ക്രമക്കേടുകളെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള തള്ളിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രം ഇവിഎമ്മിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നായിരുന്നു ഒമർ അബ്ദുള്ള പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.